മെറിനെ കാറിൽ കയറ്റി കൊണ്ടുപോവുകയാണ് വൂജുവും. അവൾക്ക് ഇരുന്നു പോകുവാനായിട്ട് സാധിക്കുകയില്ല. അങ്ങനെയിരിക്കെ അവളും ഓരോരോ കാര്യങ്ങളായിട്ട് അവനോടും സംസാരിക്കുന്നു. അതായത് ഇന്ന് എനിക്ക് വളരെ മോശപ്പെട്ട ഒരു ദിവസമായിരുന്നു. കൂടാതെ എനിക്ക് പരിചയമുള്ള ഒരാളുടെ പേരും വൂജു എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് മദ്യപിച്ചിരുന്ന ഞാനും അയാള് നീ ആയിരിക്കുമെന്ന് തെറ്റിദ്ധരിച്ചു. എന്നോട് നീ ക്ഷമിക്കണമെന്ന് അവളും പറയുന്നു. പിന്നീട് അവരും കുറെ ദൂരം പോയി കഴിയുമ്പോഴത്തേക്കും അവൾക്കും ഛർദ്ദിക്കുവാനായിട്ട് തോന്നുകയാണ്. സോ അവനും വണ്ടി ഇടയ്ക്ക് വെച്ച് നിർത്തുന്നു. ആകാശത്ത് സൂര്യൻ ഉദിച്ചു വരുന്ന ഒരു കാഴ്ച അവൾ കാണുകയാണ്. ഇരുട്ടിനെ മാറ്റിക്കൊണ്ടാണല്ലോ സൂര്യൻ പ്രകാശിക്കുന്നത്. അങ്ങനെയിരിക്കെ നമ്മുടെ ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും പിറ്റേ ദിവസമാകുമ്പോഴത്തേക്കും പതിവ് പോലെ തന്നെ സൂര്യൻ ഉദിക്കും. രാവിലെ ആകും. അതുകൊണ്ട് തന്നെ എല്ലാത്തിനും ഒരു അവസാനം ഉണ്ടാകും. നമുക്ക് ഒരു ശുഭപ്രതീക്ഷയ്ക്ക് നൽകുന്ന രീതിക്കുള്ള മെസ്സേജാണ് ദൈവം നൽകുന്നതെന്നാണ് ഞാനും വിശ്വസിക്കുന്നതെന്ന് അവളും പറയുന്നു. കൂടാതെ അവൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ മേടിച്ച് കൊടുത്തതിന് ശേഷമായിരുന്നു അവനും വീടിന് മുമ്പിലായിട്ട് അവളെ ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നത്. ഹോസ്പിറ്റൽ ബില്ലും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് പണമൊക്കെ ചെലവായിട്ടുണ്ടല്ലോ. ആ ഒരു പണമൊക്കെ തരുവാനായിട്ട് താൻ തയ്യാറാണെന്ന് അവൾ പറയുന്നുണ്ടെങ്കിലും അവനും അതൊന്നും തന്നെ കേൾക്കാതെ പെട്ടെന്ന് തന്നെ വണ്ടി ഓടിച്ചു പോകുന്നു. അടുത്തതായിട്ട് ഒരു കൺസ്ട്രക്ഷൻ കമ്പനി ലക്കി ഡ്രോ ഒക്കെ നടത്തുവാനായിട്ട് പ്ലാൻ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അതിനെക്കുറിച്ചും കാണിക്കുന്നു. ആ ഒരു കൺസ്ട്രക്ഷൻ കമ്പനി തുടങ്ങിയിട്ട് 30 വർഷം ആയതുകൊണ്ടാണ് അവരും പുതിയതായിട്ട് പണി കഴിപ്പിച്ചിട്ടുണ്ടായിരുന്ന അപ്പാർട്ട്മെന്റ് പുതിയതായിട്ട് വിവാഹമൊക്കെ കഴിഞ്ഞ ഒരു കപ്പിളിന് കൊടുക്കാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. ഇതൊരു ലക്ഷറി അപ്പാർട്ട്മെന്റ് ആണ്. അങ്ങനെയിരിക്കെ ബ്യൂട്ടി എന്ന ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിലെ സിഇഒനെ കാണിക്കുകയാണ്. സിഇഒ ആയിരുന്നു ശരിക്കും സമ്മാനമെല്ലാം തന്നെ അനൗൺസ് ചെയ്യേണ്ടിയിരുന്നത്. നിലവിൽ മേയറുടെ അനന്തരവനാണ് ഈ ഒരു സമ്മാനം നൽകുവാനായിട്ട് അവർ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ മേയറുടെ അനന്തരവന്റെ പേരെഴുതിയിട്ടുണ്ടായിരുന്ന കൂപ്പൺ ഇപ്പോൾ സെക്രട്ടറിയും അവനെ ഏൽപ്പിക്കുന്നു. അവനും ഷർട്ടിന്റെ കൈയുടെ ഭാഗത്തായിട്ട് ആ ഒരു കൂപ്പണൊക്കെ ഒളിപ്പിച്ചു വെക്കുന്നുണ്ട്. ഇൻ കേസ് ഈ ഒരു കൂപ്പൺ എങ്ങാനും താഴെ പോവുകയാണെങ്കിൽ കണ്ടുപിടിക്കുവാനായിട്ട് എളുപ്പത്തിന് അവനും ആ ഒരു കൂപ്പണിന്റെ അറ്റത്തായിട്ട് ഒരു മടക്കവും വെക്കുന്നു. സിഒയും തന്റെ കൈയുടെ ഇടയ്ക്ക് നിന്നും കൂപ്പൺ എടുക്കുവാനായിട്ട് ശ്രമിക്കുന്നതിനിടയ്ക്ക് കൂപ്പണും താഴേക്ക് വീണ് പോവുകയാണ്. അതുകൊണ്ട് തന്നെ നിലവിൽ കിടക്കുന്ന കൂപ്പൺസിന്റെ അകത്തു നിന്നും ആ കൂപ്പൺ കണ്ടുപിടിക്കുവാനായിട്ടും അവൻ ശ്രമിക്കുന്നു. ഒരു മടക്കമുള്ള കൂപ്പൺ ആണെന്ന് മാത്രം അറിയാവുന്ന അവനും ഒരുപാട് തപ്പി കഴിയുമ്പോഴത്തേക്കും ഒരു മടക്കമുള്ള കൂപ്പൺ കിട്ടുകയാണ്. പക്ഷെ അതിലുണ്ടായിരുന്നത് മേയറുടെ അനന്തരവന്റെ പേരായിരുന്നില്ല. മറിച്ച് മെറിയുടെയും ബൂജുവിന്റെയും പേരായിരുന്നു. സോ ഇപ്പോൾ മെറിക്കും ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിൽ നിന്നും ഒരു കോള് വരുന്നു. അങ്ങനെയിരിക്കെയാണ് 2 മാസം മുമ്പ് നടന്ന കാര്യങ്ങളെ കുറിച്ച് കാണിക്കുന്നത്. മെറിയും കല്യാണമൊക്കെ ഫിക്സ് ചെയ്ത സമയത്ത് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിൽ പോയിട്ട് മോതിരമൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ അവൾ വരുന്ന വഴിക്കായിരുന്നു ഇതുപോലെ സമ്മാന കൂപ്പണൊക്കെ അവൾക്കും കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു കൂപ്പൺ എങ്ങാനും അടിക്കുകയാണെങ്കിൽ ജീവിതകാലം മുഴുവൻ നല്ലത് മാത്രമേ ചെയ്യുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് അറ്റത്തൊരു മടക്കൊക്കെ വെച്ചിട്ട് അവൾ തന്നെ ആയിരുന്നു ആ കൂപ്പണും അതിലിട്ടിരുന്നത്. ഇപ്പോൾ അവൾക്ക് സമ്മാനം അടിച്ചു എന്നൊക്കെ അറിയുമ്പോഴത്തേക്കും അവളും ഒരുപാട് സന്തോഷിക്കുന്നു. നിലവിലെ കുറച്ച് തെളിവുകളൊക്കെ ഹാജരാക്കുകയാണെങ്കിൽ നിനക്കും ആ ഒരു സമ്മാനം കിട്ടുന്നതായിരിക്കുമെന്ന് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിലെ ആളും പറയുകയാണ്. അങ്ങനെ പറയുന്നതില് വിവാഹത്തിന്റെ സർട്ടിഫിക്കറ്റും ഉൾപ്പെടുന്നുണ്ടായിരുന്നു. അതായത് 80 വോണിൽ താഴെ ശമ്പളമുള്ള പുതിയതായിട്ട് വിവാഹം കഴിഞ്ഞ് വീടില്ലാത്ത ദമ്പതിമാർക്ക് വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു വീടെല്ലാം തന്നെ കൊടുക്കുന്നതെന്ന് അയാളും അവളെ ഓർമ്മിപ്പിക്കുകയാണ്. ആദ്യം തനിക്ക് ഈ ചാൻസ് ഒക്കെ നഷ്ടപ്പെടുമോ എന്നോർത്ത് അവളൊന്ന് പേടിക്കുന്നുണ്ടെങ്കിൽ പോലും ഡിവോഴ്സിന്റെ ഫോം എല്ലാം തന്നെ ഇപ്പോഴും അവളുടെ കയ്യിൽ തന്നെ ഇരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവളും ഫാമിലി രജിസ്ട്രി ഒക്കെ എടുത്തു നോക്കി കഴിയുമ്പോഴത്തേക്കും അതിൽ നിലവിൽ അവളുടെ ഹസ്ബൻഡായിട്ട് വോജുവിന്റെ പേരൊക്കെ അവളും കാണുന്നു. സോ ഇപ്പോൾ ഈ ഒരു വീടും തനിക്ക് തന്നെ കിട്ടുമെന്നോർത്ത് അവളും ഒരുപാട് ഹാപ്പിയാകുന്നു. ഇപ്പോൾ സ്റ്റാഫും സെക്രട്ടറിനെ അവൾ എല്ലാ ഡീറ്റെയിൽസും അയച്ചു തന്നു എന്നൊക്കെ പറഞ്ഞ് അത് കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെയിരിക്കെ ആയിരുന്നു മെറിക്ക് ഒറ്റയ്ക്ക് മാത്രമേ ഫംഗ്ഷന് വരുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അവളുടെ ഹസ്ബൻഡിന് വരുവാനായിട്ട് സാധിക്കുകയില്ല എന്ന കാര്യം അറിയിക്കുന്നത്. അതായത് മെറീനെ കോൾ ചെയ്ത സമയത്ത് മെറിയും വൂജു നാട്ടിലില്ല എന്നും വൂജു വിദേശത്തേക്ക് പോവുകയാണെന്നും എല്ലാം തന്നെ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ എത്രയും വേഗം ഫംഗ്ഷനൊക്കെ നടത്തുവാനായിട്ടാണ് മെറി ആവശ്യപ്പെട്ടിട്ടുള്ളത്. സോ ഇപ്പോൾ അതൊരു ലുക്ക് ഹോൾ ആയിട്ട് കണ്ടിട്ടുണ്ടായിരുന്ന സെക്രട്ടറിയും അവളോട് അങ്ങനെ ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല എന്ന് പറയുവാനായിട്ട് സ്റ്റാഫിന്റെ അടുത്തായിട്ടും അവൻ പറയുന്നു. അതായത് ഇവർക്ക് ശരിക്കും മേയറിന്റെ അനന്തരവൻ ഇത് കൊടുക്കുവാനായിട്ടാണല്ലോ താല്പര്യം. അതുകൊണ്ട് തന്നെ അവരും എന്തെങ്കിലുമൊക്കെ എക്സ്ക്യൂസ് പറഞ്ഞിട്ട് എങ്ങനെ ഇത് മെറിക്ക് കൊടുക്കാതിരിക്കാമെന്ന രീതിക്കാണ് ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൾ ഏതെങ്കിലും രീതിക്കുള്ള കാര്യത്തിൽ കള്ളത്തരമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവളെ ലീഗലായിട്ടൊക്കെ ആയിരിക്കും അവരും നേരിടുക എന്ന് സെക്രട്ടറിയും അറിയിക്കുന്നു. കൂടാതെ സെക്രട്ടറിയും രണ്ടുപേരും കൂടി ഒന്നിച്ചു വരികയാണെങ്കിൽ മാത്രമേ ആ ഒരു സമ്മാനമൊക്കെ കിട്ടുകയുള്ളൂ എന്നും കൂടി അവളെ അറിയിക്കുന്നുണ്ട്. സോ ഇപ്പോൾ ആ ഒരു ഗിഫ്റ്റ് എല്ലാം തന്നെ തന്റെ അടുത്ത് നിന്ന് നഷ്ടപ്പെട്ടു പോകുമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് മെറിയും ആകെ ടെൻഷൻ അടിക്കുന്നു. കൂടാതെ അവളും വൂജുവിനെ കോൾ ചെയ്യുവാനായിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവനും ഒരുപാട് ബിസി ആയിരുന്നത് കൊണ്ട് കോൾ എടുക്കുന്നില്ല. കൂടാതെ അവളും ഇപ്പോൾ അവന് വോയിസ് മെയിൽ എല്ലാം തന്നെ അയക്കുന്നുമുണ്ട്. പക്ഷേ ജെന്നിയുടെ ഒപ്പം ഹോളിഡേ ഒക്കെ എൻജോയ് ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്ന അവനും ആ ഒരു വോയിസ് മെയിൽ ഒന്നും തന്നെ കേൾക്കാതെ അതിനു മുമ്പായിട്ട് തന്നെ അവളെ ബ്ലോക്ക് ചെയ്ത് വിടുന്നു. നിലവിൽ അവളിരിക്കുന്ന ബിൽഡിങ്ങിന്റെ തൊട്ട് എതിർവശത്തായിട്ടുള്ള ടിവിയിൽ ഇതുപോലെ അവൾക്ക് കിട്ടുവാനായിട്ട് പോകുന്ന അപ്പാർട്ട്മെന്റിന്റെ വീഡിയോസ് ഒക്കെ കാണിക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്ന അവളും തനിക്ക് ഇതെല്ലാം തന്നെ നഷ്ടപ്പെട്ടു പോയല്ലോ എന്നോർത്ത് നിരാശയായിട്ട് ഇരിക്കുമ്പോഴത്തേക്കും ആയിരുന്നു നമ്മുടെ ഹീറോയുടെ ഒരു മെസ്സേജ് അവൾക്ക് വരുന്നത്.
അതായത് വണ്ടിയൊക്കെ ഇടിച്ച സമയത്ത് അവളുടെ കൈക്കൊരു ഇഞ്ചുറി സംഭവിച്ചോ എന്നൊരു സംശയമൊക്കെ അവനുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് അവളുടെ അടുത്ത് കൈ ഒന്ന് ഡോക്ടറിനെ കാണിക്കണം, ഒരു എക്സ്റേ ഒക്കെ എടുക്കണമെന്ന് അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ഡോക്ടറിനെ കാണുവാനായിട്ട് പോയായിരുന്നു എന്ന് ചോദിക്കുവാനായിട്ടാണ് അവനും മെസ്സേജ് അയച്ചത്. പക്ഷേ ഈ ഒരു മെസ്സേജിനിടയ്ക്ക് അവളും അവന്റെ പേര് വൂജു എന്നതാണെന്ന് ഒന്നും കൂടി ഒന്ന് ശ്രദ്ധിക്കുന്നു. നിലവിലെ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിലുള്ള ആൾക്കാർക്ക് അയച്ചിട്ടുണ്ടായിരുന്ന ഡീറ്റെയിൽസിൽ വൂജുവിന്റെ പേര് മാത്രമേ ഉള്ളൂ. പക്ഷെ വൂജുവിന്റെ ഫോട്ടോ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ ഏത് വൂജുവിനെ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ടെങ്കിലും അവർ റിയൽ ആയിട്ടുള്ള വൂജു അതായിരിക്കുമെന്ന് വിചാരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വൂജുവിന്റെ അടുത്തും ഇതിനെക്കുറിച്ച് സംസാരിച്ച് നോക്കിയാലോ എന്ന് അവൾക്കും തോന്നുന്നു. അങ്ങനെ അവളും പിറ്റേ ദിവസം വൂജുവിനെ വിളിച്ചു വരുത്തിയതിനു ശേഷം അവൻ വിവാഹം കഴിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുന്നു. അവൻ വിവാഹം കഴിച്ചിട്ടില്ല എന്ന് അറിയുമ്പോഴത്തേക്കും നിനക്കെന്റെ ഹസ്ബൻഡ് ആകുവാനായിട്ട് സാധിക്കുമോ എന്ന് അവളും ചോദിക്കുകയാണ്. അങ്ങനെയാണ് വുഡ് യു മാരി മീയുടെ ഫസ്റ്റ് എപ്പിസോഡ് അവസാനിക്കുന്നത്. വുഡ് യു മാരി മീയുടെ സെക്കൻഡ് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും വൂജു കുട്ടിക്കാലത്ത് അവന് നടന്നിട്ടുണ്ടായിരുന്ന ഒരു അപകടത്തെ കുറിച്ച് ഓർക്കുന്നു. അന്ന് വൂജുവും അച്ഛനും അമ്മയും കൂടി ഒന്നിച്ച് കാറിൽ സഞ്ചരിക്കുന്ന സമയത്തായിരുന്നു അപകടമുണ്ടായത്. അപ്പോഴായിരുന്നു അവന് അച്ഛനെയും അമ്മേനെയും നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ബോധമൊക്കെ വന്നിട്ടുണ്ടായിരുന്ന അവനും അവന്റെ അടുത്തായിട്ട് മറ്റൊരാൾ നിൽക്കുന്നത് കാണുകയും അയാളോട് സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതാരാണെന്ന് അവൻ വ്യക്തമായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയിരിക്കെ ആ ഒരു സീനുകളെല്ലാം തന്നെ ഇപ്പോൾ കാണിക്കുന്നു. തന്റെ എക്സ് ഹസ്ബൻഡിന്റെ അതേ പേര് വൂജുവിനുള്ളത് കൊണ്ട് തന്നെ വൂജുവിന്റെ അടുത്ത് സഹായം ചോദിക്കണോ എന്നൊരു സംശയത്തിലായിരുന്നു മെറി ഉണ്ടായിരുന്നത്. വൂജു മെറീനയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയതിനെ കുറിച്ചും പോകുന്ന വഴിക്ക് പേടിയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്ന വൂജുവും ഡോക്ടറായ ജിൻഗ്യുങ്ങിനെ കോൾ ചെയ്ത് തനിക്കൊരു സഹായമൊക്കെ വേണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തതിനെ കുറിച്ച് അവൾ ഓർക്കുന്നു. ഹോസ്പിറ്റലിൽ നിന്നും തനിയെ വീട്ടിലേക്ക് പോകാമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്ന അവളെ അവനായിരുന്നു കാറിൽ കയറ്റിക്കൊണ്ട് വീട്ടിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് ഇറക്കിയിട്ടുണ്ടായിരുന്നതും. അതുകൊണ്ട് തന്നെ അവൻ അത്രയ്ക്ക് പ്രശ്നക്കാരനല്ല എന്ന് തോന്നുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ മെറിയും വൂജുവിനെ കോൾ ചെയ്യുന്നു. അങ്ങനെ ആയിരുന്നു അവർ രണ്ടുപേരും കൂടി കണ്ടുമുട്ടിയിട്ടുണ്ടായിരുന്നതും. ഒരു ദിവസത്തേക്ക് നീ എന്റെ ഹസ്ബൻഡ് ആയിട്ടൊന്ന് അഭിനയിക്കാമോ എന്ന് അവൾ ചോദിക്കുമ്പോഴത്തേക്കും അവനും അതിന് തയ്യാറാക്കാതെ പോകുവാനായിട്ട് തുടങ്ങുന്നു. എനിക്ക് എന്റെ ഹസ്ബൻഡിനെയും കൂട്ടിക്കൊണ്ട് ഒരു ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ വരെ പോകേണ്ടതായിട്ടുണ്ട്. ഷോപ്പ് ചെയ്യുവാനായിട്ടല്ല. അതല്ലാതെ മറ്റൊരു കാരണം കൊണ്ടാണ്. നീയും എന്റെ കൂടെ ഒന്ന് വരാമോ എന്നൊക്കെ അവള് ചോദിക്കുമ്പോഴത്തേക്കും ശരിക്കും എന്താണ് നടന്നതെന്നുള്ള കാര്യം ഒന്നും തന്നെ അറിയാതെ അങ്ങനെ ഒരു തീരുമാനമൊന്നും എടുക്കുവാനായിട്ട് എനിക്ക് സാധിക്കുകയില്ല. ഇത് എന്റെ ലൈഫ് കൂടിയല്ല എന്ന് അവനും ചോദിക്കുന്നു. പക്ഷെ സമ്മാനത്തിന്റെ കാര്യം ഒന്നും തന്നെ പറയുവാനായിട്ട് സാധിക്കാത്തത് കൊണ്ട് തന്നെ അവളും ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിൽ 3:30 ആകുമ്പോഴത്തേക്കും വന്നാൽ മതിയെന്ന് അവനെ അറിയിക്കുന്നു. കൂടാതെ എത്ര നേരം വരുന്നോ അതനുസരിച്ച് കുറച്ച് തുകയൊക്കെ തരുവാനായിട്ട് താൻ തയ്യാറാണെന്നും കൂടി അവൾ പറയുമ്പോഴത്തേക്കും അവനും തനിക്ക് ഒരു 100 മില്യൺ ഒക്കെ ആവശ്യമായിട്ടുണ്ട് എന്ന രീതിക്കാണ് സംസാരിക്കുന്നത്. അതായത് നേരത്തെ അവളും അവൾക്ക് 100 മില്യൺ വേണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതൊക്കെ ഓർത്തിട്ടാണ് അവൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളതും. അന്ന് ഞാൻ ഒരുപാട് കുടിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റൊരാളാണെന്ന് തെറ്റിദ്ധരിച്ചിട്ടായിരുന്നു ഞാൻ നിന്നോട് അങ്ങനെ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞ് അവളും ക്ഷമ ചോദിക്കുന്നു. ഈ ഒരു സമയത്ത് അവളുടെ ഹസ്ബൻഡായിട്ടൊക്കെ അഭിനയിക്കുകയാണെങ്കിൽ കുറച്ച് പണമൊക്കെ നൽകാമെന്ന് അവൾ പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ മെറി ഏതെങ്കിലും ഒരാളുമായിട്ട് ഫേക്ക് റിലേഷൻഷിപ്പ് ഒക്കെ വെക്കുന്ന സമയത്ത് ആ ഒരാളെ പറ്റിച്ചിട്ട് അയാളുടെ കയ്യിലെ പണമൊക്കെ കൈക്കലാക്കുവാനായിട്ട് മെറിയുടെ ഹസ്ബൻഡാണ് താനെന്ന് പറഞ്ഞ് പൂജ വരണോ എന്നൊക്കെയാണ് അവൻ ചോദിക്കുന്നത്. അതായത് ഏതെങ്കിലും രീതിക്കുള്ള ഒരു സ്കാം ഒക്കെ നടത്തുവാനായിട്ടായിരിക്കും തന്റെ സഹായം വേണ്ടിയിരിക്കുക എന്നാണ് അവൻ വിചാരിക്കുന്നത്. നീ ഇപ്പോൾ ചെയ്യുന്നതെല്ലാം തന്നെ വളരെ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിന് കൂട്ടു നിൽക്കുവാനായിട്ടൊന്നും എന്നെ കിട്ടുകയില്ല എന്ന് പറഞ്ഞിട്ട് അവനും പോകുന്നു.